ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് വെറൈറ്റി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലത്ത് മിക്ക വീടുകളിലും നമ്മൾ ഒരുപാട് ചെടികൾ കണ്ടിട്ടുണ്ട് അല്ലേ. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരുപാട് നാടൻ ചെടികൾ നട്ടുപിടിപ്പിച്ച് വീടുകളൊക്കെ ഭംഗിയാക്കുന്നതിൽ കൂടുതൽ താല്പര്യമുള്ളവരായിട്ട് കാണുന്നുണ്ട്. ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ചട്ടിയിലും കവറിലും ഒന്നുമല്ലാതെ ഒരു ചെടി നട്ടിരിക്കുന്നത് കണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ വെറൈറ്റി വീഡിയോ ആണ്, ആ വെറൈറ്റി ആയിട്ട് നട്ട ചെടിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നാടൻ പത്തുമണി ചെടിയാണ്. നാടൻ പത്തുമണി ചെടി എങ്ങനെ നടാം, അതായത് ചെടിച്ചട്ടിയിലും കവറിലും അല്ലാതെ എങ്ങനെ പത്തുമണി ചെടി നടാം എന്നുള്ള വീഡിയോ ആണ്. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. രണ്ട് വശവും മുറിച്ചെടുത്തതാണ്. ഇതിൽ ഈ സൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇത്ര വലിപ്പം കൂടിയാലും വലിപ്പം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിന് ഹോൾസ് ഇടാൻ മെഷീൻ വേണമെന്നൊന്നുമില്ല. നമുക്കൊരു കമ്പി ചൂടാക്കിയിട്ട് അവിടെ ഇവിടെയായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ പൈപ്പ് മുഴുവൻ ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹോൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിഭാഗം കുറച്ച് നമ്മളിത് നിലത്ത് കുഴിച്ചിടുന്ന ചട്ടിയിലോട്ട് ഇറക്കി വെക്കുന്ന ഭാഗമാണ്. ഇവിടെ ഒരു വിരലിൽ വീതിയിൽ ഹോൾസ് ഇടണമെന്നില്ല. ബാക്കിയെല്ലാം അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് എവിടെയാണോ ചെടി നടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ അവിടെ മണ്ണിലോട്ട് കുഴിച്ചിടുക, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലാണ് ഈ ചെടിച്ചട്ടിയിലോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിൽ നേരത്തെ കുറച്ച് 10 മണി ചെടി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്കാണ് ഞാൻ ഈ പൈപ്പ് ഇറക്കി വെക്കുന്നത്. നിലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സൗകര്യം ഇല്ലെങ്കിൽ നിലത്തോട്ട് കുഴിച്ചിട്ടാലും മതി. അപ്പോൾ ഈ പൈപ്പിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അതാ ഇതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെടി നടാനുള്ള മണ്ണും ചാണകവും കൂടി നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ചാണകവും മണ്ണും കൂടെ നിറയ്ക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കോട്ടെ. നല്ല വളമൊക്കെ ഇട്ട മണ്ണാണെങ്കിൽ വേഗം നമുക്ക് ചെടി പിടിക്കും. അപ്പോൾ ഇത് ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം അടിഭാഗം വരെ വെള്ളം എത്തണം. നല്ല മണ്ണ് നമുക്ക് ചെടി നടാൻ പറ്റുള്ളൂ. അപ്പോൾ അടി എത്തുന്നോടം വരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചത് പൈപ്പ് നിറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടിയിലത്തെ പാത്രമെല്ലാം നിറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മുകൾ ഭാഗത്തും ഈ ഓരോ ഹോൾസ് കൂടെയും നമുക്ക് ഈ 10 മണിയുടെ ചെടി തണ്ട് കുത്തിവെക്കാം. അപ്പോൾ അതിന് ചെറിയ തണ്ട് നോക്കി എടുക്കുക. അതിന് ശേഷം ഈ ഹോൾസിലേക്കൂടെ ഈ മണ്ണിലോട്ട് കയറ്റി വെക്കുക. 1-2 തണ്ട് കയറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അത് ഹോൾസിന്റെ വലുപ്പം അനുസരിച്ച് നമുക്കിത് ചെയ്യാം. നനഞ്ഞുകൊണ്ട് എളുപ്പം കയറിക്കോളും. വേര് പിടിക്കാനും എളുപ്പമുണ്ട്. ചാണാനും മണ്ണും കൂടെ നിറച്ചതല്ലേ. അപ്പം അത് അവിടെ വേര് പിടിച്ച് വരുമ്പോൾ പൂ വിരിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇങ്ങനെ ഹോൾസ് മുഴുവൻ നിറയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടോപ്പ് മേലെ ഭാഗത്തും കുറച്ച് 10 മണിയുടെ, ഇത് പല തരത്തിലുള്ള പൂ വിരിയുന്ന 10 മണിയാണ് കേട്ടോ. പീച്ച് കളറുണ്ട്, റോസ് കളറുണ്ട്, മഞ്ഞയുണ്ട്, പല കളർ മിക്സ് ആയ തണ്ടാണ്. അപ്പം ഇത് കണ്ടില്ലേ, ഇത് പൂ വിരിഞ്ഞതാണ്. ഞാൻ ഈ പാത്രത്തിൻ്റെ ഉള്ളിലത്തെ പാത്രത്തിൽ നട്ടതായിരുന്നേ. അപ്പോൾ ഇതുപോലെ ഈ ഹോൾസും ഇതിന് മുകൾ ഭാഗം മുഴുവനും നമുക്ക് ഈ തണ്ട് കുത്തിവെക്കാം. അപ്പം ഞാനിത് എല്ലാ ഹോൾസും കൂടി അതിൻ്റെ 1-2 തണ്ട് വീതം ചെടികൾ 10 മണിയുടെ പല കളറിലെ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിറച്ച് വെള്ളമുണ്ട്. ഇനി ഇടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഈ ചെടി പിടിച്ച് വരുമ്പോഴത്തേൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോക്കാം. അധികം വെയിലേറ് വേണ്ട, എന്നാൽ അത്യാവശ്യം വെയിലടിക്കുകയും വേണം. എന്നാലും 10 മണിയിൽ പൂവ് ഉണ്ടാവുള്ളൂ. നല്ല വെയിലത്ത് കൊണ്ടുവച്ചാൽ 10 മണിയുടെ കളറൊക്കെ നമുക്ക് മാറിപ്പോവും. അപ്പോൾ അത്യാവശ്യം വെയിലും അത്യാവശ്യം തണലും ഉള്ള സ്ഥലത്ത് ഇതിന് നമുക്ക് എടുത്തു വെക്കാം.
അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരാഴ്ച മുന്നേ മറ്റൊരു ചെടി നട്ട കവറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് പത്തുമണി ചെടി ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് ഒരാഴ്ച കൊണ്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പൂവിട്ട് തുടങ്ങിയിട്ടില്ല, എങ്കിലും ഒരു വലിയ താമസമില്ലാതെ ഒരു 3-4 ദിവസം കൊണ്ട് ഇതിൽ മുട്ടിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ചെടി നടുന്ന മറ്റു ചെടിയുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വെറുതെ ഒന്ന് കുത്തി വെച്ചാലും മതി. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇത് പോർട്ടലാക്ക വിഭാഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ് ഞാൻ നട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചെടി നട്ട് ഏകദേശം ഒരു മാസം 1.5 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, എന്താ ചെറിയ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഒരാഴ്ച 1-2 പൂക്കൾ വിരിഞ്ഞു. അപ്പോൾ ഒരു 3-4 പൂവ് ആവട്ടെ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ വിരിഞ്ഞതെല്ലാം ഏകദേശം ഒരേ കളറുള്ള പൂവ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു വെറൈറ്റി കളറിലുള്ള പൂവ് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള തണ്ടാണ് ഞാനിതിന് കുത്തി വെച്ചിരുന്നത്. അപ്പോൾ ഇത് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വെള്ളം ഇതിനാവശ്യമില്ല. കാരണം ഇതിൻ്റെ ഇല തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, അത് വെള്ളം സംഭരിച്ച് വെക്കുന്ന രീതിയിലുള്ള ഇലയാണ്. ഇത് പോർട്ടലാക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു പത്തുമണിയാണ്. മറ്റേ നമ്മൾ കണ്ടിട്ടുണ്ട് അധികം ഇങ്ങനെ പൂവുകൾ അധികം തട്ടില്ലാതെ ഇല ഇച്ചിരി വീതിയുള്ള പേഴ്സലൈൻ വിഭാഗത്തിൽപ്പെട്ട ചെടിയും ഉണ്ട്. അപ്പം ഇതിപ്പോൾ പോർട്ടലാക്ക തന്നെയാണ് ഞാൻ നട്ടേക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി പൂവാണ്. ഇത് രാവിലെ ഒരു 10 മണിയായപ്പോൾ വിരിഞ്ഞാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടും അതിന് പൂവിനൊന്നും വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ തിണ്ണേ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് തണലും പാടില്ല, അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഇതിന് വേണം. അതുപോലെ വെള്ളം നമ്മൾ എന്നും ഒന്നും നനച്ച് കൊടുക്കണ്ട, ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കാണാൻ നല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാരെല്ലാവരും തന്നെ 10 മണി നട്ട് പിടിപ്പിക്കുന്നതിന് വളരെ താല്പര്യമുള്ളവരാണ്. കാരണം ഇതൊന്ന് നട്ട് കൊടുത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചുകൊണ്ട് കൊടുത്താൽ പിന്നെ വലിയൊരു പരിചരണമൊന്നും ഇതിന് വലിയ ആവശ്യമില്ല. മഴ നനയുമ്പോൾ ഇത് ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണതുണ്ടല്ലോ. തണ്ടൊക്കെ നീണ്ടതാ ഒരുപാട് നീളം വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് നീളം വേണമെന്നില്ല. ഇത് ഞാനൊരു പൂ കഴിഞ്ഞിട്ടൊന്ന് ഒടിച്ച് കുത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ല നീളത്തിൽ വന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് എവിടെ വേണേലും മാറ്റി വെക്കാം. ഇതുണ്ടെന്നോ അല്ലെങ്കിൽ അപ്പുറത്തോട്ടോ എങ്ങോട്ട് വേണേലും മാറ്റി വെക്കാം. അപ്പം ഇതിൻ്റെ വെറൈറ്റി കളറുകൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പൂ വിരിയും. ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ പേഴ്സലൈൻ വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ ഒരു 2 തണ്ടും കൂടെ ഞാൻ ഇതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അതിൽ പൂ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതുപോലെ സ്ഥലമില്ലാത്തവർക്കും ചെടിച്ചട്ടികളൊന്നും ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ഒരു കഷ്ണം പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10 മണി ചെടി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.